അങ്ങനെ എല്ലാം കൂടി നമുക്ക് 8ാമത്തെ നോമ്പാലേ. ഇന്നാണെങ്കിൽ ഓറ് നിസ്കരിച്ച പാടെ തന്നെ കുളിച്ചു മാറ്റിട്ട് ഞാൻ അടുത്തേക്കാ പോന്നേന്ന് അറിയോ? നിങ്ങൾ എന്റെ പേര് തന്നെ പോരി, ഞാൻ പറഞ്ഞുതരാം. ഫെഡറൽ ബാങ്കിന്റെ ചെക്കാണ് നിനക്ക് തുമ്മ. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ ബെൽതെന്തോ വരാണ്ട്. അതന്നെ എന്റെ കുറെ കാലത്ത് ആഗ്രഹം ഞാൻ സാധിക്കാൻ വേണ്ടി പോന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ വണ്ടി എടുത്ത് ഞാൻ നേരെ പോകുന്ന നമ്മൾ അങ്ങോട്ടേക്കാ. നിങ്ങൾക്ക് എന്റെ മുഖം തന്നെ കാണുമ്പോൾ ഒരു തെളിച്ചില്ലെന്ന്. അങ്ങനെ ഞാൻ നേരെ വന്നിട്ട് നമ്മളെ പുതിയ സ്ഥാനമുള്ള ഫെഡറൽ ബാങ്കിലേക്കാ. ഞാൻ ഒരു ഉച്ചക്കേശം വന്നോണ്ട് തന്നെ നമുക്ക് പൈസ ഇടുന്ന കൗണ്ടർ അടുക്കുന്ന ഒരു പേടിയുണ്ട് എനിക്ക്. ഭാഗ്യത്തിന് അങ്ങനെ ഒന്നും ഉണ്ടായിക്കേയില്ല. ഇനി ഞാൻ പറഞ്ഞത് ഞാൻ വേറെ എന്തിനു വന്നൊന്നല്ല, എന്റെ ഉമ്മാന്റെ ATM കേടോ കാണാണ്ടായിപ്പോയല്ലോ. അതുകൊണ്ട് തന്നെ 1000 എടുക്കാൻ വേണ്ടി വലിയ മൂത്താപ്പനെ പോലെ ചെക്കും വാങ്ങി അവിടെ വന്നിക്ക് തന്നെ. അങ്ങനെ പൈസ എടുത്ത് ആടത്ത് വേഗം ഇറങ്ങിക്കി. ഞാൻ എന്റെ ഉമ്മാരോട് എത്ര കാലം പറയുന്ന ഒരു ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അങ്ങനത്തെ എന്തെങ്കിലും എടുക്കാൻ. ഇവിടെ ഒന്നൊരു ഉച്ച സമയത്ത് വരുന്നേറ്റൊന്നല്ല, വന്നിക്കണ്ടെ തന്നെ നമ്മൾ പകുതി വന്ന് നോമ്പ് കൊടുക്കേണ്ടി വരും. ഐറ്റാ വെയിൽ എന്നെല്ലാം പറഞ്ഞ ഐറ്റാ വെയില. ഞാൻ ഇപ്പൊ നേരം നോമ്പ് കൊടുക്കേണ്ട ഉച്ചക്കടയും ഈനിക്കണ്ട എങ്ങനെങ്കിലും വേഗം പുരയിലെത്താൻ വേണ്ടി കളിക്കും. ഞാൻ ഈ പുരയിലെത്തിയ അവിടെ തന്നെ ഫ്രിഡ്ജും തുറന്ന് ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയല്ലേ ഇത്. കുറച്ചെങ്കിൽ കുറച്ച് തലമേലെങ്കിലും കുറച്ച് തണുപ്പ് കിട്ടാൻ വേണ്ടി ഫ്രിഡ്ജിന്റെ ഉള്ളിൽ തലയിട്ടത് ഞാൻ. ഇന്ന് എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് ക്ഷീണുണ്ട് ഇത് നോമ്പ് എടുത്തിട്ട്. അതുകൊണ്ട് തന്നെ അരമണിക്കൂർ അസർ വാങ്ങി കൊടുക്കുന്ന വരെ ക്ഷീണം മാറ്റാൻ വേണ്ടി സോഫമ തന്നെ ഞാൻ കിടന്നു പോയി. അങ്ങനെ അസർ സ്കെച്ചിന് ശേഷം ഉമ്മ കുറേ സായി പറഞ്ഞ് റേഷൻ പടിയെ പോകാൻ വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ നാളാ നിങ്ങൾ ലോട്ടറി വെക്കുന്ന ആൾ പറഞ്ഞതിനെക്കാട്ടി കൂടുതൽ നാളെ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇന്നങ്ങ് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഞാനാണെങ്കിൽ എത്രയോ നാളത്തിന് ശേഷം ഈ റേഷൻ പടിയെ പോകാൻ വേണ്ടി വന്നിക്ക് തന്നെ. പണ്ടെല്ലാം എനിക്ക് റേഷൻ പടിയെ പോകാൻ ഭയങ്കര മടിയെന്ന് തന്നെ കുറേ നേരം നിൽക്കേണ്ടി വരും. ഒരു കാർഡ് പോയി കൊണ്ടുവച്ചിട്ടുണ്ട്, അതിന്റെ മേലക്ക് ഓരോരുത്തർ ഓരോ കാർഡ് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ലാസ്റ്റ് മറിച്ചിടും. എന്നിട്ടാ ഓരോരുത്തരെ വാങ്ങാൻ വേണ്ടി വിളിപ്പിക്കല്. ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല, പോവാൻ വാങ്ങാൻ വരാ. ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞാൽ എനക്കൊന്ന് ഓർമ്മയത്. പണ്ട് ഞാൻ ചെറുതിൽ സ്കൂളിലും പഠിക്കുന്ന സമയത്തില്ലേ, അമ്മക്ക് ഈ ഓണത്തിനും ക്രിസ്മസിലും അരി ഉണ്ടാവില്ല, അത് കൊടുക്കാൻ വേണ്ടി നമ്മളെ നിൽക്കല്. അന്നേരം നല്ല രസമാണ്, ക്ലാസ്സിലൊന്നും ഇരിക്കണ്ട, അത് കൊടുക്കാൻ മാത്രം നിന്നാ മതി. ഈ അരിയെല്ലാം ഇങ്ങനെ അട്ടിക്കിട്ട് കണ്ടതിന് ശേഷം എനിക്ക് പെട്ടെന്ന് ഇപ്പൊ അതാ ഓർമ്മ വന്നത്. അങ്ങനെ പോയി റേഷൻ പിടിന്ന് വാങ്ങി അരിയെല്ലാം വാങ്ങി പിടിച്ച് പോയാൽ പൊരലങ്ങ് കൊണ്ടേ കൊടുത്തത്. ഇന്നാണെങ്കിൽ നമ്മൾ നോമ്പോർക്കാൻ വേണ്ടി പോയി നമ്മളെ ഷാറൂഖിന്റെ കാരണവരെ പുറയിലേക്കാ. നമുക്ക് എല്ലാവർക്കും നമുക്ക് ആടെ നിന്ന് നോമ്പോറ. അങ്ങനെ നമ്മളെ ചങ്ങായിമാരോ അടുത്ത വീട്ടുകാരോ എല്ലാരും കൂടി നമ്മളങ്ങ് നോമ്പാൻ കുറഞ്ഞു. ഈ ചങ്ങായി എന്തിനാ രണ്ടാളടക്ക് ബാക്കിൽ പോയി കുത്തിനിക്കുന്ന അറിയോ? ഇവൻ തിന്നൊന്നും ആരും കാണൂല എന്നാ വിചാരോ. പക്ഷെ നമ്മളിങ്ങനെ വിടും, നമ്മള് സൂം ചെയ്തെങ്കിൽ പിടിച്ചില്ലേ. ഈ അക്കുസ് ഇട്ടുവാണെങ്കിൽ കോഴിയോടെ നിന്ന് കോലായത് കടലെല്ലാം ബായിരുന്നതിനോട്ടാ ബായിരുന്നത്. അങ്ങനെ മൈരി ബിസ്കറ്റിന് ശേഷം നല്ല അടിപൊളി മന്തിയും ബിരിയാണി എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാരും നല്ല റാത്ത് തന്നെ എല്ലാം തിന്നിക്ക്. ഇനിയും നോമ്പിന്റെ ഒടിങ്ങ് കാണണ്ട, അപ്പൊ എല്ലാരും ഫോളോ ചെയ്ത് നോക്ക്.